യേശു ക്രൂശിലേറി തൻ്റെ ജീവനർപ്പിച്ചു. പാപിയായിരുന്നെന്നെ രക്ഷിപ്പാനായി യേശു ക്രൂശിലേറി തൻ്റെ ജീവനർപ്പിച്ചു. യേശുവെത്ര നല്ലവൻ, യേശുവെത്ര വല്ലഭൻ, 10,000-അതിശ്രേഷ്ഠനവൻ. യേശുവെത്ര നല്ലവൻ, യേശുവെത്ര വല്ലഭൻ, 10,000-അതിശ്രേഷ്ഠനവൻ. യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം, എൻ ജീവിതത്തിലേകയാശ്രയമേ. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്ര ആനന്ദം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന ജനങ്ങൾക്ക് വേഗം വരുന്ന യേശുപ്പച്ചൻ്റെ നാമത്തിൽ വന്ദനം. നമ്മുടെ യേശു വലിയവനാണ്. ആയിരങ്ങളിൽ 10,000-ങ്ങളിൽ ശ്രേഷ്ഠനായ കർത്താവിൻ്റെ മുൻപിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. കാരുണ്യവാനും നിത്യനും നീതിമാനുമായ കർത്താവെ, ഈ വചനവുമായിട്ട് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവമേ, അടിയനോട് സംസാരിക്കണമേ. നല്ല പിതാവേ, അടിയനെ ഏൽപ്പിച്ചിട്ടില്ല ഈ ദൗത്യം വളരെ ആത്മീയമായി തന്നെ വളരെ ഒരു സംതൃപ്തിയോടുകൂടി സമർപ്പണത്തോടുകൂടി ചെയ്യുവാൻ ഉള്ള ശക്തി അടിയന് തരണമേ. നല്ല പിതാവേ, യേശുപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന ഒരു ചെറിയ വാക്യമാണ്. പാപികളായ നമ്മളെ എപ്പോഴും കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിളിക്ക് നമ്മൾ ചെവി കൊടുക്കേണ്ടതാണ്. നമുക്ക് കർത്താവിൻ്റെ വിളിക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ വിളി കേൾക്കുമ്പോൾ നമ്മൾ പുറംതിരിഞ്ഞു പോകുന്നവരായിട്ടല്ല, നമ്മൾ നിന്ന് നമ്മൾ ശ്രദ്ധിക്കണം. വചനത്തിലൂടെ കർത്താവ് നമ്മളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് നമ്മൾ കേൾക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം കർത്താവിനെ അനുഗമിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ്. അപ്പം മാർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. അവൻ കടന്നു പോകുമ്പോൾ അൽഫായിയുടെ മകനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അപ്പോൾ നമുക്കറിയാം, അൽഫായിയുടെ മകനായ ലേവി ചുങ്കക്കാരനായിരുന്നു. എന്നുവെച്ചാൽ ചരക്കുകളുടെ ക്രയവിക്രയത്തിൽ നികുതി പിരിക്കുന്ന ആളാണ്. അപ്പോൾ ഒരുപക്ഷെ പല ചരക്കുകൾക്കും ചിലപ്പോൾ കുറച്ച് നികുതിയായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ നികുതി പിരിക്കേണ്ടതായി വരാം. അപ്പോൾ അങ്ങനെ ഈ ചുങ്കക്കാരനായ അൽഫായിയുടെ മകനായ ലേവി, ചുങ്കക്കാരനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടിട്ട് യേശു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ യേശു ചുങ്കക്കാരോടും അതുപോലെ രോഗികളോടും പാപികളോടുമൊക്കെ ദയുള്ള നമ്മുടെ ദൈവമാണ്. അപ്പോൾ അവിടെ അനേകർ ഉണ്ടായിരുന്നു. കടൽക്കരയിൽ നിന്ന് ദൈവം എല്ലാവരെയും ഉപദേശിച്ചതിന് ശേഷം തിരിച്ചു വരുന്ന വഴിയിലാണ് ഈ ചുങ്കസ്ഥലത്ത് ലേവി നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ തന്നെ ലേവി
ലേവിയോട് പറയുവാണ് യേശു, എന്നെ അനുഗമിക്കാമെന്ന്. യാതൊരു തരത്തിലും ഒരു മടിയുമില്ലാതെ കർത്താവിനെ ലേവി അനുഗമിക്കുകയാണ് ചെയ്തത്. പിന്നീട് യേശു ലേവിയെ കൈക്കൊള്ളുകയാണ്, വീട്ടിൽ കൈക്കൊള്ളുന്നു. അപ്പോൾ അവിടെ അനേകം പാപികളും ചുങ്കക്കാരുമെല്ലാം അദ്ദേഹത്തോടൊപ്പം പന്തിയിൽ ഭോജനം കഴിക്കാനായിട്ട് ഇരുന്നപ്പോൾ യേശുവിനെ എപ്പോഴും തന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരു കൂട്ടരുണ്ട്, പരീശന്മാർ. അങ്ങനെയുള്ള അവർ യേശുവിൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. പരീശന്മാരിൽ ഒരു ശാസ്ത്രി ചോദിക്കുന്നുണ്ട്, ചുങ്കക്കാരുടെ പാപികളുടെയും കൂടെ അവൻ ഭക്ഷണം കഴിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്നു. ഇത് കേട്ടിട്ട് യേശു പറയുന്നുണ്ട്, അല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, അല്ലെങ്കിൽ സുഖമുള്ളവർക്ക് അല്ലെങ്കിൽ ദീനമില്ലാത്തവർക്ക് ആവശ്യമില്ല എന്ന്. ദീനമുള്ളവർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അപ്പം നമ്മുടെ നല്ല വൈദ്യനായ യേശു പാപമാകുന്ന ദീനത്തിൽ നിന്ന് പാപമാകുന്ന രോഗത്തിൽ നിന്നും നമ്മളെ വിടുവിക്കാൻ വേണ്ടി വന്നതാണ്. ആ ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും കാതോർക്കണം. ആ ദൈവം നമ്മളെ ഒരിക്കലും അനാഥരായി ഉപേക്ഷിക്കില്ല. അപ്പോൾ ദൈവം പറയുന്നുണ്ട്, ഞാൻ നീതിമാന്മാരെ അല്ല വിളിക്കാൻ വന്നിരിക്കുന്നത്, പാപികളെയാണ് വിളിക്കാൻ വന്നിരിക്കുന്നത് എന്ന് കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മാനസാന്തരത്തോടു കൂടി നമ്മൾ യേശുവിനെ അനുഗമിക്കാൻ, അല്ലെങ്കിൽ യേശുവിൻ്റെ പിൻവിളി കേട്ട് നമ്മൾ എപ്പോഴും അനുഗമിക്കാൻ കഴിയണം. നമ്മുടെ എത്ര വലിയ പാപം കർത്താവ് പറയുന്നുണ്ട്, നിൻ്റെ പാപം കടും ചുവപ്പായാലും ഞാൻ ഹിമത്തെ പോലെ വെളുപ്പിക്കും എന്ന് പറയുന്നുണ്ട്. നമ്മുടെ യേശുവപ്പച്ചൻ നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന എന്താണോ ആ ദൗത്യം നമ്മൾ നിറവേറ്റണം. കാരണം ഞാൻ 2 കണ്ണും കാഴ്ചയില്ലാത്ത ഒരു സ്ത്രീയാണ്. എനിക്കിന്ന് എൻ്റെ കുടുംബം പോറ്റാനായിട്ട് കഴിയുന്നുണ്ട്. അതെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഒരു സഹായമാണ്, എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹമാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്. എൻ്റെ മോള് പകുതി കാഴ്ചയുള്ള ഈ മോളുടെ സഹായത്താലാണ് ഈ ദൈവവചനം പ്രിയപ്പെട്ട വിശ്വാസികളുടെ മുൻപിൽ ഞാൻ പങ്കുവെക്കുന്നത്. വലിയൊരു പ്രഭാഷണം എന്നതൊന്നുമല്ല, എന്നെ കർത്താവ് ഏൽപ്പിച്ച ഒരു ചിന്ത. അത് ഞാൻ ഇടയ്ക്ക് പങ്കുവെക്കും. അത് കേട്ട് എല്ലാവരും കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. ദൈവത്തിന് വേണ്ടി നമ്മുടെ ഈ ബൈബിൾ എടുത്തുകൊണ്ട് ഇറങ്ങിത്തിരിച്ചവരാരും തന്നെ നിരാശരായി പോയിട്ടില്ല, അവരുടെ ജീവിതം തകർന്നിട്ടില്ല. നമ്മളെ ആത്മീയമായും ഭൗതികമായും നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സഹായം എപ്പോഴും നമ്മൾക്ക് ഉണ്ടായിരിക്കും, നമ്മളോട് കൂടി ഇരിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കർത്തൃസന്നിധി ഞാൻ ശരണപ്പെടുന്നു.